ഒരു സിനിമയിലെ കോമഡി മറ്റൊരു സിനിമയിൽ കോപ്പിയടിച്ചതിനെക്കുറിച്ചുള്ള 2 എപ്പിസോഡും ഒരു നടൻ അയാളുടെ തന്നെ കോമഡി മറ്റൊരു സിനിമയിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡും നാം ചെയ്തിരുന്നു. എഴുത്തുകാരൻ സിനിമയുണ്ടാക്കുന്നത് അയാൾ കണ്ടതും കേട്ടതുമായ ജീവിതങ്ങളിൽ നിന്നുമാകാം. എന്നാൽ ചിലർ ചില രംഗങ്ങൾ ഉണ്ടാക്കുന്നത് അവർ കണ്ട സിനിമകളിൽ നിന്നുമാണ്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. 1998 മലയാളത്തിന്റെ ക്ലാസിക് കോമഡി ചിത്രമാണ് റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്ത പഞ്ചാബി ഹൗസ്. മലയാളികളെ ഏറെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു സിനിമയാണിത്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. കാശൊക്കെ പിടിച്ചോ. കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ. സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? പക്ഷേ ഇതേ രംഗം 1992 ഊട്ടിപ്പട്ടണം എന്ന ചിത്രത്തിൽ സിദ്ദീഖ് അവതരിപ്പിച്ചതായി കാണാം. തികച്ചും യാദൃശികമായിരിക്കാം ഈ സാമ്യം. പൈസ ചോദിക്കുമ്പോ എന്താ വിഷമം? എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. നിനക്കാണ് എത്ര രൂപ തരാൻ? 900 രൂപ അങ്ങോട്ട് തരണം. ഈ സൈക്കിളിന് ഒരാൾ 400 രൂപ വില പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ 400 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ നിന്റെയിലേക്ക് തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? പോയിട്ട് 500 രൂപ. 500. ഈ വാച്ചിന് ഒരു 300 രൂപയെങ്കിലും കിട്ടാതിരിക്കോ? ഈ 300 രൂപ എന്റെ കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. നിനക്ക് അങ്ങ് തന്നേക്കാം. പിന്നെ എത്ര രൂപ ഉണ്ട്? 200 രൂപ. നമ്മുടെ കളത്തിലെ മഹാദേവനില്ലേ, ഈ ശനിയാഴ്ച അവൻ എനിക്കൊരു 300 രൂപ തരാന്ന് പറഞ്ഞിട്ട് ആ 300 രൂപ ഇങ്ങോട്ട് കിട്ടി അതും തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? ബാക്കി 100 രൂപ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് തരണം. അതെപ്പോ തരും? ഇതേ ഒരു കോമഡി പല സിനിമകളിലും വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. 1994 മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിലും ഇതേ രംഗം കാണാം. ചേട്ടനൊരു കാര്യം ചെയ്യും, ഒരു 25 രൂപ എനിക്ക് കൂട്ടുകാരൻ തരാണ്ട്, പിന്നെ ഒരു 50 രൂപ ചിട്ടിയുടെ ബാക്കിയിട്ടാണ്ട്. അപ്പൊ എത്രേ? 75. പിന്നെ ഒരു 100 രൂപ അല്ലറയിലറായിട്ട് കിട്ടാണ്ട്. 175 150 ബാക്കി എത്ര ഉണ്ട്? 25. ആ 25 അപ്പൊ തരും. ഈ കോമഡിയുടെ മറ്റൊരു വകഭേദമാണ് 2001 പുറത്തിറങ്ങിയ സുരേഷ് ഗോപിയുടെ സുന്ദരപുരുഷൻ എന്ന സിനിമയിൽ കാണുന്നത്. 25-ാം തീയതി. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി 25,000. 29-ാം തീയതി ആയിരുന്നു. അപ്പൊ ഓക്കെ ആയല്ലോ. തരാനുള്ള കാശെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ 2002 രഞ്ജിത്ത് ചിത്രമായ നന്ദനത്തിൽ ജഗതി ശ്രീകുമാറിന്റെ കുമ്പിടി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധേയമായതാണ്. എന്ത് തരണം? 60 രൂപ. ഇയാൾ എന്തുട്ടായി പറയണേ? കാശിട്ട് മാറ്റാം. അനിയനിൽ പക്ഷേ ഈ കോമഡി രംഗം 1995 ത്രീമൻ ആർമി എന്ന ചിത്രത്തിൽ പ്രേംകുമാർ അവതരിപ്പിച്ചതായി കാണാം. ദ്രവ്യം എത്രയായി? 40 രൂപ. 40 രൂപയോ? ആരും നിർബന്ധിച്ച് കയറ്റിയൊന്നും അല്ലല്ലോ. നിൽക്കൂ, ഒരു മാത്ര. ഓം ഭജഗോവിന്ദം ഭജഗോവിന്ദം ശത്രുസംഹാര. സ്വാമി ശപിക്കല്ലേ. 2009 റിലീസ് ചെയ്ത ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ അഭിനയിച്ച ഗുലുമാൽ എന്ന ചിത്രത്തിൽ ഇങ്ങനെയൊരു രംഗം കാണാം. ബാങ്കിലേക്കാടാ ചേട്ടാ, ഒരു സഹായം ചെയ്യണം. ഞങ്ങളുടെ കുറച്ച് കാശ് തരാം, ഒന്ന് കൊണ്ടിടണം. എടാ അക്കൗണ്ട് നമ്പർ ഒന്ന് എഴുതി ചേട്ടാ. പിന്നെ ഇവിടെ വെച്ചാ അത് പോകും. ഇതുപോലെ മടക്കി. പക്ഷെ ആണുങ്ങൾക്ക് സേഫ് ഉണ്ടല്ലോ, ഇവിടെയാണ്. ഇങ്ങോട്ട് വളരുത്. ഇങ്ങോട്ട് അങ്ങോട്ട് വെച്ചോ. ഈ രംഗം 1999 ജഗതി, ശ്രീനിവാസൻ എന്നിവർ അഭിനയിച്ച പാറശാല പാച്ചൻ പയ്യന്നൂർ പരമു എന്ന ചിത്രത്തിൽ ഇതിനു മുമ്പേ നാം കണ്ടതാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പണം അവിടെ എത്തിക്കുവോ? നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണല്ലോ. ഇങ്ങോട്ട് നിങ്ങളുടെ കാശുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇവിടെ വെക്കണം. ആരും കാണാൻ പോകുന്നില്ല. അങ്ങനെ പോയിക്കോളൂ. എന്റെ പണം പോയല്ലോ. നമ്മുടെ 5. ജഗതി ശ്രീനിവാസൻ ടീമിന്റെ ഇതേ ടെക്നിക്കാണ് പിന്നീട് കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ ടീം ഗുലുമാൽ എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ചത്. വീക്കാൻ ടിവിയാണ് ഇക്കാര്യം കമന്റ് ചെയ്തത്. 2014 ജോണി ആന്റണി സംവിധാനം ചെയ്ത ബയ്യ ബയ്യ എന്ന ചിത്രത്തിലെ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ബൈക്ക് എന്റെ ബൈക്കാണെന്ന് മനസ്സിലാക്കിയപ്പോ കള്ളൻ പേടിച്ച് തിരിച്ചു കൊണ്ടു വെച്ചതായിരിക്കും. ഇതെന്തൊരു കവറ്? താറിന് കുടുംബസമേതം സെക്കൻഡ് ഷോ കാണാനുള്ള സിനിമ ടിക്കറ്റും പോപ്കോൺ മേടിക്കാൻ 100 രൂപയും. നീ ഞാൻ വരുമ്പോഴേക്കും റെഡി നിന്നോണം. നമുക്ക് സിനിമയ്ക്ക് പോണ്ടേ?
എല്ലാം കൊണ്ടുപോയല്ലോ. ഇതേ ടെക്നിക് 1996 കിണ്ണം കട്ട കള്ളൻ എന്ന ചിത്രത്തിൽ ജഗതി ഉപയോഗിച്ചതായി നമുക്ക് കാണാം. പ്രിയ സുഹൃത്തെ, ഇന്നലെ രാത്രി അനുവാദമില്ലാതെ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന പുതിയ ചിത്രത്തിന്റെ 2 റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു. എന്തായാലും നിന്റെ പരാതി തീർന്നല്ലോ. ഓഫീസിൽ നിന്ന് കൃത്യം 5:45 ഞാൻ എത്തും. റെഡിയായി നിന്നേച്ചാ മതി. AC തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് എടുത്തു കൊടുത്ത് മോഷണം നടത്തുക. അവൻ പഠിച്ച കള്ളനായിരിക്കും. എത്ര പവനാ മോഷണം പോയത്? ഏതാണ്ട് 20 പവനോളം വരും. അരവിന്ദ് രാജുവാണ് ഇക്കാര്യം കമന്റ് ചെയ്തത്. 2007 റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ ബിജുക്കുട്ടന്റെ ഈ കോമഡി എല്ലാവരും ഓർത്തിരിക്കുന്നതാണ്. എന്നാൽ ഈ രംഗം ഇതിനു മുമ്പേ ജഗതി ശ്രീകുമാർ ചെയ്തതാണ്. 1998 മീനാക്ഷി കല്യാണം എന്ന ചിത്രം. ഇവൻ ഇത്ര പെട്ടെന്ന് ഇവിടെ പോയി? ഞാൻ ഒരിടത്തോട്ട് പോയിട്ടില്ല സാറന്മാരെ, ഇവിടെ തന്നെ ഉണ്ട്. എന്നാ പോകണ്ടായോ? വന്നാട്ടെ. ഹരിഗോവിന്ദാണ് ഇക്കാര്യം പറഞ്ഞത്. ഇതെന്താണോ തന്നെ നെറ്റ് ചുമന്നിരിക്കുന്നേ? അത് നെറ്റിയൊന്നും ചോര പിടിച്ചു. ചോരയ്ക്കൊരു വാസന. അത് നല്ല മനസ്സുള്ളവരുടെ ചോരയ്ക്ക് ചിലപ്പോൾ വാസന ഉണ്ടാവും. ഇതേ സിറ്റുവേഷനിൽ ഇങ്ങനെയൊരു ഡയലോഗ് മറ്റൊരു സിനിമയിലും പ്രിയദർശൻ കാണിച്ചിട്ടുണ്ട്. 1985 റിലീസ് ചെയ്ത ബോയിങ് ബോയിങ് എന്ന സിനിമയിൽ. എന്താണ് ചോദിച്ചേട്ടില്ലേ? അത് രാവിലെ ഷേവ് ചെയ്തപ്പോൾ മുറിഞ്ഞ ചോര, ചുവന്ന ചോര. നിന്റെ ചോരയ്ക്ക് എന്താണ് സെന്റിന്റെ മണം? അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരയ്ക്ക് ചിലപ്പം സെന്റിന്റെ മണം കാണും. അത് രാഹുൽ രഘുവാണ് ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത്. 1998 പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ചിത്രം വെള്ളാനകളുടെ നാട്. ആ സിനിമയിലെ കുതിരവട്ടം പപ്പുവിന്റെ ഈ കഥ നാം എപ്പോഴും ഓർത്തിരിക്കുന്ന ഒന്നാണ്. നമ്മള് താമരശ്ശേരി ചൊരന്ന് ഒരിക്കൽ ആ ചൊര ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. പടച്ചോനെ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. എന്നാൽ ചില ചെറിയ മാറ്റങ്ങളോടെ 1986 TP ബാലഗോപാലൻ MA എന്ന സിനിമയിലും കുതിരവട്ടം പപ്പു ഈ കഥ പറഞ്ഞിട്ടുണ്ട്. വയനാട് താമരശ്ശേരി ചുരം ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് ഒരു 10,500 അടി താഴോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. മുത്തശ്ശിയെ രക്ഷിക്കണേ. അഭിഷേകാണ് ഇക്കാര്യം പറഞ്ഞത്. കുണുക്കിട്ട കോഴി എന്ന 1992 ജഗദീഷ് ചിത്രത്തിലെ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ. MD ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ. താനൊരു ക്രിക്കറ്റ് കളിക്കാരാന്ന് പറഞ്ഞാൽ തനിക്ക് ജോലി ഉറപ്പാ. ഞാനൊരു ഫാസ്റ്റ് ബൗളറാണ് സർ. ബാറ്റിംഗും മോശമല്ല. എന്നോട് ക്ഷമിക്കണം, ആള് മാറിപ്പോയി. ഇന്ന് ഇന്റർവ്യൂ ചെയ്ത ചെയർമാനാണ്. ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾ മാറിപ്പോകുന്നതും ക്രിക്കറ്റ് പ്രേമത്തിന്റെ കഥ പാളിപ്പോകുന്നതുമായുള്ള കോമഡി ഇതിനു മുമ്പും ജഗദീഷ് ഉപയോഗിച്ചിട്ടുണ്ട്. 1991 ചെപ്പ് കിലുക്കുന്ന ചങ്ങാതി എന്ന സിനിമയിലായിരുന്നു അത്. മുകേഷാണ് ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നതെങ്കിലും കൂടെ ജഗദീഷിനെയും കാണാം. അങ്ങേര് നല്ലൊരു ക്രിക്കറ്റ് പ്രേമിയാണ്. കപിൽ ദേവ് എന്ന് പറഞ്ഞാൽ ചാവും. ഈ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി നീ അങ്ങനെ സോപ്പിട്ടാ മതി, നിനക്ക് ജോലി ഉറപ്പാ. മാനേജിംഗ് ഡയറക്ടർ ജോസഫ് സാറല്ലേ? MD ജോസഫ് സാറാ. പുള്ളി അങ്ങ് ഹെഡ് ഓഫീസിലാ. ഇപ്പൊ അകത്തിരുന്ന് ഇന്റർവ്യൂ നടത്തുന്നേ പേഴ്സണൽ മാനേജരാ. കഴിഞ്ഞ ആഴ്ച ഓഫീസ് സമയത്ത് ഇരുന്ന് ക്രിക്കറ്റ് കമന്ററി കേട്ടതിന് അദ്ദേഹം 3 പേരെ ഓൺ ദി സ്പോട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുക. പിന്നെ ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ് സാർ. മുരളീകൃഷ്ണനാണ് ഈ കാര്യം പറഞ്ഞത്. 2011 മൾട്ടി സ്റ്റാർ സിനിമയായ ചൈന ടൗണിൽ ഇങ്ങനൊരു രംഗം കാണാം. ചെറുതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? പിന്നെ ഇയാൾ എന്തിനാ കരയുന്നത്? അതെ, നിങ്ങൾ എത്ര തല്ലിയിട്ടും ഒരു ഫീല് വരുന്നില്ല. ഫീലിംഗ്. വികലാംഗനായി അഭിനയിക്കുന്നതും അതല്ല എന്നറിയുന്നവർ ചികിത്സിക്കുന്നതുമായ രംഗമാണിത്. ഇതേ കോമഡി 1998 അനുരാഗ കൊട്ടാരം എന്ന സിനിമയിൽ ദിലീപ് തന്നെ ചെയ്തതാണ്. നിന്റെ കാലിന് ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ. തറുതല മാത്തനാണ് ഇക്കാര്യം പറഞ്ഞത്. 2006 റിലീസ് ചെയ്ത മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രം രസതന്ത്രത്തിൽ ഇന്നസെന്റ് അഭിനയിച്ച ഒരു ഭാഗമുണ്ട്. അദ്ദേഹത്തിന് അറിയുന്ന രഹസ്യം മറ്റുള്ളവരോട് പറയാൻ കഴിയാത്തതുകൊണ്ട് അത് പ്രകൃതിയിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന രംഗമാണിത്. പ്രേമചന്ദ്രന്റെ കൂടെ താമസിക്കുന്ന വേലായുധം കുട്ടിയില്ലേ, അവനാണല്ല പെണ്ണ കാണാതെ.
ഇതേ രംഗം തന്നെ 1999 ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിൽ ഇന്നസെന്റ് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊരു തെറ്റ് പറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അല്ല, അവൻ സുലൈമാൻ. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും. പ്രകൃതി മനോഹരി നീലാംബരി, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, ഞാൻ ജിന്നുമല്ല, അവൻ കുട്ടനല്ല, അവൻ അന്നോണി. നീലകണ്ഠനാണ് ഇക്കാര്യം പറഞ്ഞത്. തന്റെ കോമഡി രംഗങ്ങൾ ഒരുപാട് സിനിമയിൽ ഒരുപോലെ ഉപയോഗിച്ച ആളാണ് സുരാജ് വെഞ്ഞാറമ്മൂട്. അദ്ദേഹം നായകനായി 2009 റിലീസ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് എന്ന സിനിമയിലെ രംഗമാണ്. എനിക്ക് 5000 രൂപയാണ് ശമ്പളം, വലിയ കഷ്ടപ്പാടില്ല. സാർ എന്തെങ്കിലും കൂടെ കൂട്ടിത്തരാന്ന് പറഞ്ഞായിരുന്നു. പിന്നെന്താ, ഇനി ഞാൻ കൂട്ടിത്തരാം. ഇനി മുതൽ തനിക്ക് 15000 രൂപയാണ് ശമ്പളം. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. 3 മാസത്തിൽ ഒരിക്കൽ വന്ന് വാങ്ങിച്ചോളണം, മറക്കരുത്. ഇതേ കോമഡി അദ്ദേഹം തന്നെ 2006 കനകസിംഹാസനം എന്ന സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ശമ്പളം തീരെ കുറവാ, ഈ മാസം പോലൊന്ന് കൂട്ടി തരണം. പിന്നെന്താ, അളിയനിപ്പോ എത്ര രൂപ ശമ്പളം? 500 രൂപ ഉള്ളെന്ന്. ഇനി മുതൽ അളിയൻ 1500 രൂപ ശമ്പളം പക്ഷെ 3 മാസത്തിൽ ഒരിക്കൽ അളിയന്റെ ശമ്പളം. സുഹൈറാണ് ഇക്കാര്യം പറഞ്ഞത്. സുരാജിന്റെ ഇതുപോലെയുള്ള ഒരുപാട് ഡയലോഗുകളുണ്ട്, നിങ്ങൾ അവ കമന്റ് ചെയ്യുമല്ലോ. സലീം കുമാറും ഇതുപോലെ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ വീണ്ടും ആവർത്തിക്കാറുണ്ട്. കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ ഈ ഡയലോഗ് 2003 ദിലീപ് ചിത്രം തിളക്കത്തിൽ ഏറെ പ്രസിദ്ധമായതാണ്. സ്റ്റാറ്റസ് മീഡിയയാണ് ഇക്കാര്യം പറഞ്ഞത്. Which color absorb maximum heat? Dark ആണല്ലോ. Dark color absorb maximum heat. ഇതേ കോമഡി തന്നെയാണ് 2017 ചങ്സ് എന്ന സിനിമയിലും ധർമ്മജൻ കാണിച്ചത്. യൂണിറ്റ് ഓഫ് പവർ. വാട്ട് സർ? വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓം. ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. മനുവാണ് ഇക്കാര്യം കമന്റ് ചെയ്തത്. 1982 റിലീസ് ചെയ്ത ചിരിയോ ചിരി എന്ന സിനിമയും ആ സിനിമയിലെ രംഗങ്ങൾ പിന്നീട് മലയാള സിനിമകളിൽ കോപ്പി അടിച്ചതിനെ കുറിച്ചുമാണ്. നമ്മൾ ഈ നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ നിന്ന് ഏറ്റവും നല്ല ആഹാരം കഴിക്കും. ഈ രംഗം കാണുമ്പോൾ ഓർമ്മ വരിക 1990 ജയറാം, ശ്രീനിവാസൻ എന്നിവർ അഭിനയിച്ച നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന സിനിമയിലെ രംഗമാണ്. രഞ്ജിത്താണ് ആ രംഗം എഴുതിയത്. എന്താണോ മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ എന്താണെന്ന് സാറൊന്ന് പതുക്കെ പറയും. എന്തിന് പതുക്കെയാക്കണം, 4 പേര് അറിയട്ടോ. ഇതെന്താ സാറേ തുണിമണിയില്ലാതെ നിൽക്കുന്നേ? സ്റ്റേഷനിലേക്ക്. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി പോകുന്നതിലും ഭേദം ഓടുന്ന പോലെ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യയാണ്. ശരി, ഇമാതിരി വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും പോകരുത്. ഇതുപോലെ തന്നെ പോലീസ് സംശയിച്ച് പിടിക്കപ്പെടുന്നതും പോലീസുകാരനെ ഇമോഷണൽ ആക്കുന്ന രംഗവും നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന സിനിമയിൽ. നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനലാണെന്ന്. ഞാൻ ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല. നീ എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയില്ലേ? എന്നെ ഗർഭിണിയാക്കിയില്ലേ? അഭിനയിക്കാൻ നിൽക്കുമ്പോ എന്താണത് നമ്പർ കൊടുക്കണ്ടേ? മലയാളികൾ എന്നെന്നും ഓർത്തിരിക്കുന്ന ഒരു കോമഡി രംഗമാണിത്. 1996 ശ്രീനിവാസൻ എഴുതി അഴകിയ രാവണൻ എന്ന സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച കോമഡി. അതും ബാലചന്ദ്രമേനോൻ എഴുതിയ ചിരിയോ ചിരിയിൽ നിന്നുമാണ് കോപ്പിയടിച്ചത്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി. കൃഷ്ണൻകുട്ടിയല്ലേ രാമനായർ? ചേച്ചി അടുത്ത സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. അവരുടെ ഭർത്താവ് ദുബായിലാണ്. ചേച്ചി വല്ലപ്പോഴും എന്നെ വിളിക്കും, ഞാൻ ചെല്ലും, അല്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അവര് വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. ഓട്ടോ വർക്ക്ഷോപ്പിലെ ഒരു സാധാരണ ജോലിക്കാരനുമായി അടുത്തപ്പോ വീട്ടുകാരൻ നഖശികാന്ത് എതിർത്തു. അവരുടെ വിവാഹം കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് കേൾവി. അതുകൊണ്ട് അവരുടെ വീട്ടുകാരും അവിടെ സഹകരിക്കത്തില്ല. ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ അവരുടെ ഭർത്താവ് ദുബായിന്റെ നാട്ടിൽ വരുമ്പോഴേ എനിക്കൊരു വിസ ഒപ്പിച്ചേരാം. അവര് ഭർത്താവിനെ ദുബായിലേക്ക് അയച്ചിരിക്കുക.
അതുകൊണ്ട് അവരെ നല്ല വൃത്തിയായി നീ ഒന്ന് സോപ്പിടാൻ നോക്ക്. ദുബായ് ആണല്ലോ നിന്റെ സങ്കല്പ രാഷ്ട്രം. നമുക്ക് ഈ മോളെ കാര്യമായിട്ടങ്ങ് സ്നേഹിച്ചാലോ? നമുക്കെന്തായാലും അവരുടെ പ്രീതി സമ്പാദിച്ചാൽ പോരെ. അവരുടെ ഒരു കൊച്ചിനെ നീ കണ്ടിട്ടില്ലേ? അത് തന്നെ അവരുടെ പ്രധാന വീക്ക് പോയിന്റ്. ഗൾഫുകാരന്റെ ഭാര്യയെ പ്രീതിപ്പെടുത്തി ഗൾഫിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു നായകനെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലും കാണാം. 1986 ആ ചിത്രവും എഴുതിയിരിക്കുന്നത് ശ്രീനിവാസനാണ്. അജോയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തത്. ഇതുപോലെ ഒരു സിനിമയിലെ രംഗം മറ്റൊരു സിനിമയിൽ ഉപയോഗിച്ചത് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ.